ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ ശരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ മാത്രമേ, അതായത് ഉണ്ടാകുമ്പോൾ മാത്രമേ ഉണ്ടാക്കി കഴിക്കുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നൊരു പുതിയൊരാളും കൂടി വരാൻ പോവാണ് കേട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോവാം. പെട്ടെന്ന് കിട്ടും. പിന്നെ ചോറിനും കൂടുതലൊക്കെ കൂട്ടാനാ. ഇതൊക്കെ നമ്മുടെ ഈ പറമ്പിൽ നട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ സുന്ദരി ചിരിയാണ് കേട്ടാ. അപ്പൊ ഇതൊക്കെ അത് കാരണം പിന്നെ ഇവർക്ക് ബലം കിട്ടണ്ട, അതിന് വേണ്ടിയിട്ട് ഈ മണ്ണിട്ടിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ വായോട്ടാ. ഇന്ന് ഞങ്ങൾക്ക് ദോശയാണ് കേട്ടോ രാവിലെ. ഈ ദോശയില് എല്ലാ ദിവസത്തെ പോലെ എനിക്ക് ദോശയിലാക്കുമ്പോൾ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതായത് കുറച്ച് ചീരലിടുക അല്ലെങ്കിൽ കുറച്ച് മുരിങ്ങലിടുക, അതൊക്കെ അരച്ചുണ്ടാക്കല്ലേ. ഇന്ന് അതൊന്നുമില്ല, പ്ലെയിൻ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ. കാരണം ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലേ. നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടാ. ഇപ്പോൾ ഇതാ കുറേശ്ശെ വെയിലേക്ക് ആയി തുടങ്ങി. അപ്പം പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, ഇതാ അതൊന്ന് ചൂടാക്കി വെച്ചു ചിക്കൻ കറി. പിന്നെ എന്നിട്ടമ്മ അമ്മ പപ്പായ ചെത്തി വെച്ചിട്ടുണ്ട്, ചെറിയൊരു പപ്പായ ഉണ്ടായിരുന്നു, അപ്പം അതും ചെത്തി വെച്ചു അമ്മ. പിന്നെ ഇതാ ദോശ. ഇന്ന് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. നമ്മളിങ്ങനെ കണ്ടോ ഓട്ട, ഇതേപോലെ ഹോളുകളുള്ള ദോശയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹോളുകളുള്ള ദോശ ഉണ്ടാക്കാൻ സാധാരണ ദോശമാവ് അടിക്കുക, ഇത്തിരി കനത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അമർത്തി പരത്തരുത്, വെറുതെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് ഹോളുകൾ വരും. ഇപ്പം നോക്കിയേ കണ്ടോ, നിറച്ച് ഹോള് വന്നു. ഈ ഹോള് വന്ന് കണ്ടോ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് എന്താ പറയുക മറിച്ചിടില്ല കേട്ടാ. കണ്ടോ നല്ല ഭംഗിയാണ്, നല്ല സോഫ്റ്റുമാണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അംബ്രൂസിനോട് വരണ്ടെന്ന് പറഞ്ഞല്ലേ. നമ്മുടെ നോക്കിയേ ഈ മഴ പെയ്തപ്പോഴേക്ക് വെള്ളം നിൽക്കണേണ്ട. അതായത് നമ്മൾ മുളകിൻ്റെ കടക്കിലേക്ക് വെള്ളം നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് കോരിടും. അപ്പോൾ ചെറിയൊരു കുഴി പോലെ ആവുമല്ലോ, അവിടേക്ക് എന്നിട്ട് ഈ വെള്ളം നിൽക്കണത്. അടുത്ത മഴ കൂടി വരാറായിട്ടുണ്ട്. ഇത് നമ്മുടെ നിത്യവഴുതിരിങ്ങ കേട്ടോ. അത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാനിങ്ങനെ കട മുറിച്ചിട്ടു ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഉണങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതുണ്ടാവില്ല കഴിഞ്ഞു. അപ്പം ഇന്ന് എന്തായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന്, പച്ചക്കറികളൊക്കെ പൊട്ടിച്ചുകൊണ്ടിട്ട് നമ്മുടെ കറികളൊക്കെ വെച്ചിട്ട് പിന്നെ വരള്ളോട്ട് ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട്. ഇത് നോക്കിയേ നമ്മുടെ കോളിഫ്ലവർ കേട്ടാ, ഉണ്ടാവുമോ എന്നുള്ള ഉറപ്പൊന്നുമില്ല. അതേ ഇപ്പുറത്ത് നമ്മുടെ അതേപോലെ തന്നെ ക്യാബേജ് നോക്കി ചെറുതായിട്ട് ക്യാബേജ് ഉണ്ടായി തുടങ്ങി. കണ്ട കുഞ്ഞ് ക്യാബേജ് ആയിരിക്കും കിട്ടാട്ടെ. അതെ ഇങ്ങനെ ഇല കണ്ട ഇങ്ങനെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ മഴ ഒരു പ്രതീക്ഷയില്ല കേട്ടാ, നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടായി കിട്ടണമെന്നില്ല കേട്ടാ. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായില്ലേ നല്ല മഞ്ഞ പപ്പായ, ആ പപ്പായ ഇട്ടത്, ആ മഞ്ഞ പപ്പായ. ഇപ്പം നോക്കിയേ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, എന്താ പൂവൊക്കെ ആയി തുടങ്ങിയണ്ടാ. താഴത്തുനിന്നേ ഉണ്ടാവിയതേ, അതിങ്ങനെ നല്ല രസമാണ് ഉണ്ടായി നിൽക്കുന്നത് കാണാനായാലും. അപ്പം ഇനി നമുക്ക് എന്താ പറയുക ഇതേപോലെ പപ്പായും പടവലിങ്ങൊക്കെ ആയിട്ട് പൊട്ടിക്കാനുള്ളത്. എന്താ അമ്പ്രൂച്ചിട്ടാ? ആ ശരി വാ. അപ്പോൾ നമുക്ക് പപ്പായ പൊട്ടിക്കണേക്കാളും മുന്നേ പടവലങ്ങ പൊട്ടിക്കാം കേട്ടോ. ഈ പടവലങ്ങ ഇതേ ഉണ്ടാവില്ല കഴിഞ്ഞു. അപ്പം ഇന്ന് ഇതിലുള്ള ചെറുതും വലുതും ഒക്കെ പൊട്ടിക്കും. എന്നിട്ട് പിന്നെ എനിക്കിന്ന് ചെയ്യാനുള്ള എൻ്റെ പണികൾ ശരിക്കും ഇതൊക്കെ തന്നെയാണ്. നമുക്കിങ്ങനെ കുറച്ച് പന്തലുകളൊക്കെ എന്താ പറയുക വൃത്തിയാക്കി എടുക്കണം. എന്നാലും നമുക്ക് നന്നായിട്ട് പടവലങ്ങ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പന്തലും ആദ്യം ഉണ്ടായത് കയ്പ്പക്കായ ആയിരുന്നു. കയ്പ്പക്കായ ഉണ്ടായി കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് പടവലങ്ങ കയറ്റി. അങ്ങനെ പടവലങ്ങ നമുക്ക് നന്നായി ഉണ്ടായി കിട്ടി. ഇനിയിപ്പോൾ ഇത് പന്തലൊക്കെ കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കിയിട്ട് വേറെ നമ്മൾ കയറ്റുള്ളൂ കേട്ടോ. കയ്പ്പിനെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പടവലങ്ങളാണ്. അയ്യോ നോക്കി ഉണ്ടായി കഴിയാറായപ്പോഴും നല്ല നീളമുള്ളൊരു പടവലങ്ങ. നോക്കി എന്നും കുഞ്ഞു പടവലകൾ ഉണ്ടാവാറ്, ഇങ്ങനത്തെ അല്ല, ഇതൊക്കെ ചെറുതുകളായിട്ടാ. അതൊക്കെ നമ്മൾ കല്ലില്ലേ ഇങ്ങനെ കെട്ടിയിട്ടാണെങ്കിൽ ഇത് നീളം വയ്ക്കും.
അപ്പം ഇതൊന്നും ഞാൻ എന്താ പറയുക ഇനിയും വണ്ണം വെപ്പിക്കാനൊന്നും നിൽക്കണില്ല, ഒക്കെ പൊട്ടിക്കന്നെയാ. കണ്ടോ ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടോ ഒരു ഭംഗിയില്ലാത്ത പോലെ കിടക്കണണ്ട. അപ്പം അതൊരു വൃത്തിയിൽ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി എവിടെയും നിൽക്കണോ നോക്കട്ടെ. അതേ നിൽക്കണ ഇതൊക്കെ പരിപ്പിട്ടിട്ടേ വെച്ച നല്ല ടേസ്റ്റാണ്. വെറുതെ തോരൻ പോലെ വയ്ക്കാം, പരിപ്പും പടവലിങ്ങും നല്ല രസമാണ് വയ്ക്കുമ്പോൾ. ചാറില്ലാണ്ടേ പരിപ്പധികം വേവിക്കാണ്ട്. ഞാനത് കാട്ടിത്തരാട്ടെ എങ്ങനെ വയ്ക്കണേന്നുള്ളത്. അപ്പോൾ ഇതാ നോക്കി ഈ പടവലിങ്ങ ഉള്ളൊക്കെ കണ്ടോ എൻ്റെ കത്തി കൊണ്ട് അപ്പം മുറിഞ്ഞു. ദേ നന്നായി വലുതാവും കണ്ടോ, തരി ചോറ് പോലെ ആയിട്ടില്ല. അവിടെ ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ പടവലങ്ങ കഴിഞ്ഞു. ഞങ്ങൾ പപ്പായ പൊട്ടിക്കുമ്പോൾ ഇപ്പോൾ പറമ്പിലേക്ക് വരുമ്പോഴേ മഴക്കാറ് കാണുമ്പോഴില്ലേ ഒരു പരാക്രമം പോലെയാണ്. വേഗം മഴ വരുമ്പോഴേക്കും പൊട്ടിക്കണം അങ്ങനത്തെ ഒരു ചിന്ത വരിക. പിന്നെ ഇതുണ്ടല്ലോ അതെ നമ്മൾ ഇവിടെയൊക്കെ പയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെത്തി കൂട്ടി ഇതാ കുമ്മായിട്ട് വിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഇതിങ്ങനെ എടുക്കണു. ഇന്ന് എനിക്ക് ഷായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടിട്ട് പയർ നടാനുള്ള സ്ഥലമാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാരറ്റും റേഡിഷും ആയിട്ടാ. ഇതേ റേഡിഷ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ ഇതേനായി തുടങ്ങി കണ്ടോ. പുല്ലുണ്ട് വലിക്കാനായിട്ട്. ഈ മഴ പെയ്യുന്ന കാരണം പെട്ടെന്ന് പുല്ലാവുക പറമ്പിൽ. ഇതാണ് കേട്ടോ നമ്മുടെ പപ്പായ. അപ്പം ഞാൻ 2 പപ്പായ പൊട്ടിക്കുന്നുണ്ട്. അധികം അങ്ങോട്ട് പഴുത്തിട്ടില്ല, എന്നാലും ഇതാ ഈ ഒരു പാക രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ 2 പൊട്ടിച്ചെടുക്കുക. ഇത് നമ്മുടെ കുക്കമ്പർ പൊട്ടിക്കാം കേട്ടാ. ഇത് നമ്മുടെ കൊത്തമ്പലി കേട്ടാ. ഇത് ഫുള്ള് എല്ലാത്തിനും അത്യാവശ്യത്തെ പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കൊത്തമ്പല മഴക്കാലത്ത് അങ്ങനെ നശിക്കില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. കഴിഞ്ഞല്ലോ നമുക്ക് മഴക്കാലത്തൊക്കെ പൊട്ടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചേന നട്ടതൊക്കെ നോക്കിയേ പൊടിച്ചു തുടങ്ങിയിട്ടാ. ഇതെല്ലാം മുള വന്നു തുടങ്ങി. ഇതേ ഉണ്ടോ ഇങ്ങനെ അറ്റം വരെ വെച്ചു കൊടുത്ത് നോക്കുക നമ്മൾ ചേന. പാഷൻ ഫ്രൂട്ട് നോക്കട്ടെ, പാഷൻ ഫ്രൂട്ട് എന്ന് വന്നാലും നോക്കും. നോക്കിയേ പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ പൂവ് കണ്ടോ, ഇതേ നിറയെ പൂവാട്ടാ. എന്തെല്ലാം ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ വട്ടം ഇങ്ങനെ നിറച്ച് പൂവോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടോ പൂവൊക്കെ ഒന്ന് വിരിയാറായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പഴുക്കാനായിട്ട് എന്തോട് സമയം എടുക്കണേന്ന് തോന്നുന്നു എനിക്ക്. ഈ പാഷൻ ഫ്രൂട്ട് 3 പാഷൻ ഫ്രൂട്ട് എന്ന് ഞാൻ നോക്കും പഴുക്കുണ്ടോ എന്നുള്ളത്. പക്ഷെ പഴുത്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കമ്പർ പൊട്ടിക്കണേക്കാളും മുന്നേ നമ്മുടെ വഴുതിനിങ്ങ ഉണ്ട് ഇവിടെ, വെള്ള വഴുതിനിങ്ങ. അപ്പോൾ അതുകൂടെ പൊട്ടിച്ചെടുത്തിട്ട് കുക്കമ്പർ പൊട്ടിക്കാം പോട്ടാ. ഇതേ കണ്ടോ വെള്ള വഴുതിനിങ്ങ നോക്കിയേ, കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയണ്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കട്ടെ. നല്ല രസാട്ടാ വെള്ള വഴുതിനിങ്ങ. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു തരം വഴുതിനയും കൂടി ഉണ്ട് കേട്ടാ. അതെ അതെ തന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് വീണുണ്ട് മുകളിന്ന്. ഇതേ മഞ്ഞട്ടാ. അപ്പം എനിക്ക് ഏത് കളറാന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മഞ്ഞാണ്. ഇനി നമ്മുടെ നോക്കിയേ ബജ്ജിമുളക് ഇതേ പഴുത്ത് പോയി. പഴുക്കണേക്കാളും മുന്നേ പൊട്ടിക്കണമെന്ന് വെച്ചിട്ടായിരുന്നു. പെട്ടെന്ന് അത് ഈ മഴ പെയ്തല്ലാട്ടെ പെട്ടെന്ന് പഴുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ പഴുക്കില്ലായിരുന്നു. സമയമായിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നിന്നോട്ടെ. ഇത് നോക്കി ഈ ഒരു കട നോക്കിയ എന്താ എന്ത് ഭംഗിയ. നല്ല ഭംഗിയുണ്ട്.
ഇതിപ്പോൾ തോരണ്ട 2 എണ്ണം പൊട്ടിക്കാറായിട്ടുണ്ട് 3 എണ്ണം പൊട്ടിക്കാറായിട്ടുണ്ട് കേട്ടാ. ദേ ഉണ്ടോ ബജ്ജിമുളക് പഴുക്കാൻ പാടില്ല കേട്ടോ ബജ്ജി ഉണ്ടാക്കുമ്പോൾ. ഇത് പിന്നെ ഈ ബജ്ജിമുളക് നമ്മുടെ സാധാരണ നമുക്ക് നല്ല പച്ചയല്ലേ, പക്ഷേ ഈ ബജ്ജിമുളക് വെള്ള കേട്ടോ, വെള്ള ബജ്ജിമുളക്. അത് പഴുത്ത് കഴിഞ്ഞാൽ റെഡിലേക്ക് വരും. അതാണ് ഇതൊക്കെ റെഡായി നോക്കണേ. കണ്ടോ ഇത് റെഡായി നോക്കണേ. ഈ കളറാണ് നമ്മുടെ ബജ്ജിമുളകിൻ്റെ. ഒതുക്കി വയ്ക്കട്ടെ. നമുക്ക് ഈ കുക്കമ്മ കൊണ്ട് വെക്കാനുള്ളതാണ്. കുക്കമ്മ പൊട്ടിക്കാട്ടാ. നമ്മുടെ മുറ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ കൊട്ടയിൽ കുക്കമ്പർ പൊട്ടിക്കാം. കാരണം കുക്കമ്പർ രണ്ടും കൂടുതലുണ്ട്, മുറത്തിൽ എന്തായാലും കൊള്ളില്ല. പിന്നെ ഇതും നമ്മുടെ ഇതിൻ്റെ ആട്ടാ. എന്തൊരു കൊത്തമ്പര, എന്ത് ഹൈറ്റാ പോണേ നോക്കി കൊത്തമ്പര. അപ്പോൾ നോക്കി നമ്മുടെ കുക്കമ്പർ കണ്ടോ. ഇപ്പോഴും നമുക്ക് എന്നും പൊട്ടിക്കണ പോലെ തന്നെ ഇപ്പോഴും പൊട്ടിക്കണുണ്ട് കേട്ടാ. ഇതേ മോളിന്ന് മുട്ടി കിടന്നപ്പോഴേ മഴ പെയ്യല്ലേ, അപ്പം മണ്ണ് തെറിക്കുക. അപ്പൊ നോക്കി കണ്ടോ എത്രയും കുക്കമ്പർ പൊട്ടിച്ചു. ഇനി നമുക്ക് വഴുതിനങ്ങ ഉണ്ടല്ലോ, ഒരു വഴുതിനങ്ങ കടയിൽ വന്ന് നമുക്ക് എപ്പോഴും വഴുതിനങ്ങ കിട്ടാറില്ലേ. ഇന്നും അതേപോലെ അതും കൂടി ഉണ്ടിട്ടോ പൊട്ടിക്കാൻ. അതിന് പൊട്ടിക്കാം നമുക്ക്. നമ്മുടെ ചീര ഇതാണ് കേട്ടാ ഞാൻ പറഞ്ഞ വഴുതിനങ്ങ കട. ഇതിങ്ങനെ നിൽക്കണം നോക്കണ്ട കേട്ടോ. ഇത് ഞാൻ പൊട്ടിക്കുമോ നോക്കിയോളൂ കേട്ടാ. ഇത് നന്നായിട്ട് എണ്ണം കിട്ടുന്നേ പൊട്ടിക്കാൻ. ഞാൻ എൻ്റെ മടിയിൽ വയ്ക്കട്ടെ. നോക്കിയേ കണ്ടോ. അപ്പം ഇന്ന് അയ്യോ കയ്യിൽ നിന്ന് പോയി. ഇന്നപ്പോൾ നമ്മളിതാ ഇത്രയും പച്ചക്കറി കട്ട പൊട്ടിച്ചെടുത്തത്. ഇനി നമുക്ക് വീട്ടിൽ പോവാട്ടാ. വെയിറ്റ് ഉണ്ട് പപ്പായുള്ള കാരണേ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നല്ല മഴ വരുന്നുണ്ട്. മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്താൻ തോന്നണു. മഴ കിട്ടാതെ തന്നെ നമുക്കിവിടെ എത്താൻ പറ്റി. പേരുകുട്ടിയെ നിന്നെ വെട്ടിച്ചു അല്ലേ?
എന്താ കടിച്ച വല്ലതും കടിച്ചാ? നമ്മുടെ അല്ലൂനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. എന്താ അല്ലൂനെ കാണിക്കാത്ത ചോദിച്ചിട്ട് കുട്ടിപ്പട്ടാളങ്ങളെ കാണിക്കണ്ട. അപ്പൊ നമ്മുടെ അല്ലൂനെ കൂടി കാണിക്കാൻ പറയാണ് എന്നോട്. അപ്പൊ നമ്മുടെ അല്ലു ഉറങ്ങി എണീറ്റിട്ടുള്ള വൃത്തിയാക്കലാണ്. അവൾ ഓരോ വട്ടം ഉറങ്ങും, പിന്നെ എണീക്ക് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കൂട്ടാ. ഇവിടെ അല്ലുമണി എൻ്റെ ശുണ്ടിരീനെ കാണിക്കണില്ലാന്ന്. അതെ ഉണ്ടല്ലോ ഇപ്പൊ തുണിയിട്ട് കൊടുക്കുക, തണവ് അല്ലേ ഇപ്പൊ മഴ പെയ്യണ കാരനെ. പിന്നെ പേളിക്കുട്ടി ഇതാ ഇപ്പൊ മഴയൊക്കെ പെയ്ത് തോർന്നുള്ളോട്ടാ. അപ്പൊ നല്ലൊരു വെയിൽ ഉദിച്ചപ്പോ നോക്കിയപ്പോ എടുക്കണേ. കല്ലും പേളിയൊക്കെ ഇപ്പൊ നല്ല ഗടികളായിട്ടുണ്ട്, പഴയ പോലെയല്ല, ഇത്രയൊക്കെ സ്നേഹമായിട്ടുണ്ട് അവര്. ആള് ക്യാമറയിലേക്ക് നോക്കുക. സാധാരണ ഇഷ്ടമില്ലാത്ത ആളെ ക്യാമറയിലേക്ക് നോക്കാനായിട്ട് എന്താണാവോ പതിവില്ലാണ്ട് നല്ല കാര്യമായിട്ട് നോക്കണ്ടല്ലോ അല്ലു. അല്ലുമണി എന്നാണോ ഇഷ്ടമായത് ക്യാമറ? കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എപ്പോഴും ക്യാമറയിൽ നോക്കുന്നുണ്ട്. ഞാനും ക്യാമറയിൽ നോക്കാന്ന് വെച്ചോ. എൻ്റെ മോള് കിടന്ന് ഉറങ്ങിയോക്കോട്ടാ. ഇപ്പൊ നോക്കി നമ്മുടെ അല്ലു ഇവിടെ നിന്ന് എണീറ്റിതാ പേളിക്കുട്ടിയുടെ അടുത്ത് പോയി കിടക്കുന്നുണ്ട് കേട്ടാ. ഇവരങ്ങനെയാ, ഇത്തിരി വെയിലൊക്കെ ഉദിക്കുമ്പോഴേ ഒന്ന് ചൂടാവാനാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ ഇളം വെയിലത്ത് കിടക്കണുണ്ട്. ഇപ്പം നല്ല കുട്ടികളാണ്, ഇപ്പോൾ പഴയ പോലെയല്ല. ഒരു അത്യാവശ്യമായിട്ട് ഇപ്പോൾ സ്നേഹം കാണിക്കുന്നുണ്ട്. എന്നാൽ ചില ടൈമുകളിലാണെങ്കിലോ തീരെ താല്പര്യമില്ലാത്ത പോലെ പെരുമാറുന്നു കണ്ടിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട്. അപ്പോൾ പ്രീതയുടെ മകൻ വിശാൽ വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് 26-ാം തീയതി. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വിശാൽ വിഷ്ണുവിന് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് ഹായ് പറയാം കേട്ടോ. ശ്രീദേവി, ഹായ് ശ്രീദേവി. ജയന്തി മോഹൻ, ഹായ് ജയന്തി ചേച്ചി. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് പോവാം കേട്ടോ. ആയോട്ടാ. അപ്പോൾ നമ്മുടെ പടവലങ്ങും പരിപ്പും കൂടിയിട്ട് വെക്കണത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം അത് വെക്കാൻ പോവാം. അപ്പം നമുക്ക് പടവലങ്ങ എത്ര എണ്ണം വേണമേ? എടുക്കാം അല്ലേ? നല്ല എളുപ്പമായിട്ടാ, പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അധികം അപ്പോൾ നമ്മളിത് ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുക്കാം നമുക്ക്. ഞാൻ പരിപ്പ് കഴുകി ഇതാ അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കലത്തിൽ തന്നെ വേവിച്ചെടുക്കാണ്ട് ചെയ്യണം. കാരണം എൻ്റെ ഈ പരിപ്പ് പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കലത്തിലിട്ട് വേവിച്ചത്. അപ്പോൾ ഇതാ പരിപ്പ് വെന്ത് ചെയ്തിട്ട് പകുതിയോളായപ്പോൾ നമ്മളിത് അതേപോലെ കണ്ടു നുറുക്കി വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക പടവലങ്ങ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം പടവലങ്ങ പെട്ടെന്ന് വേവുന്നറിയാമല്ലോ നമുക്ക്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ പടവലങ്ങ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് പടവലങ്ങ വെന്തിട്ടുണ്ടെന്ന്. നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഉള്ളിയും മുളകും വേപ്പിലും കൂടിയിട്ട് അതുപോലെ വെളുത്തുള്ളിക്കും കൂടി നന്നായി ചതച്ച് എനിക്ക് നമ്മളിതാ സാധാരണ മെഴുക്ക് പുട്ടിയൊക്കെ ആക്കൂല അതേപോലെ തന്നെയായിട്ട് ഈ തോരൻ ഞാൻ വെക്കുന്നത്. അതിൽ നാളികേരം ഇടുന്നു മാത്രം. അപ്പോൾ ഇതാ നമ്മുടെ ഇതൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നാളികേരം ഇടാണ് കേട്ടോ. നമുക്ക് അവിയിൽ വെക്കില്ലേ, അപ്പോൾ അതേപോലെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഈ പരിപ്പും നമ്മുടെ പടവലങ്ങയൊക്കെ ഇട്ടുള്ള കറി നാളികേരമൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എൻ്റെ പരിപ്പുണ്ടല്ലോ കുറച്ച് വേവ് കൂടിപ്പോയിട്ട് ഇത്രയും വേവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് വെന്ത് കൂടിപ്പോയി. അതല്ലെങ്കിൽ കടലപ്പരിപ്പില്ലേ അതിട്ടിട്ട് വെച്ചാൽ മതിയിട്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉലർന്നിരിക്കും. ഇത് പരിപ്പ് പകുതി വേവായപ്പോഴാണ് നമ്മൾ ഇട്ടതെങ്കിലും കൂടിയിട്ട് എന്താ പറയുക പരിപ്പ് പെട്ടെന്ന് വേവണൊരു പരിപ്പായിരുന്നു. അപ്പോൾ ഇതാ പടവലങ്ങയും കൂടി വെന്ത് വന്നപ്പോഴേ പരിപ്പ് ഇത്തിരി വേവ് കൂടിപ്പോയിട്ടാ. അപ്പോൾ ഇത്രയും വേവണ്ട കേട്ടോ പരിപ്പ്. അപ്പോഴാണ് ഇതിങ്ങനെ തോരൻ പോലെ നന്നായിട്ട് ഉലർന്നിരിക്കുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ പരിപ്പും പടവലങ്ങയും തോരൻ റെഡി ആയിട്ടാ. ഇനി നമ്മളുണ്ടല്ലോ അതൊന്ന് പുറത്തേക്ക് പോകാൻ കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരാളും കൂടി വരാൻ പോവാണ്. അതായത് നമ്മൾ 2 വീലർ വാങ്ങണ്ടിട്ടാ. അത് ഏത് വണ്ടി ഷൈറ്റാ? വണ്ടിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം, അതല്ല നല്ലത്. അപ്പം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടാ. അപ്പം അമ്മ പോയിട്ട് വരാം കേട്ടാ.
അപ്പോൾ നമ്മളിത് ആ വണ്ടിയുടെ ഷോറൂമിൽ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, കുരിയച്ചിറ എന്നാണ് നമ്മൾ വണ്ടി മേടിച്ചത്. സിസ്കിയുടെ ഷോറൂം ഉണ്ട് കുരിയച്ചിറ. അപ്പോൾ വലിയൊരു താക്കോലൊക്കെ കൊടുത്തത് വണ്ടിയുടേതായ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ദേ മോനാണ് കേട്ടോ വണ്ടി ഓടിച്ച് പോണത്. ഞങ്ങൾ വേറെ വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ വന്നിട്ട് നമുക്ക് വണ്ടിയുടെ വേറെ വിശേഷം. നമ്മുടെ വണ്ടി ഇതാണ്. സുഖമുണ്ട് ഷേട്ടൻ എങ്ങനെ ഓടിക്കും? വണ്ടി കുഴപ്പമില്ല. വണ്ടിയുടെ പേര് ഞാനാണെങ്കിൽ വെറുതെ ആഗ്രഹം പറഞ്ഞതാണ്. കാരണം ആദ്യം ഡ്രൈവ് ഇങ്ങനെ അത്യാവശ്യത്തിനൊക്കെ ഒന്ന് നമ്മുടെ ആവശ്യത്തിനൊക്കെ വണ്ടി ഓടിച്ചിരുന്നെങ്കിലും കൂടിയിട്ട് വെറുതെ പറഞ്ഞതാ എനിക്കിങ്ങനെ ഓടിക്കാൻ സുഖമുള്ളൊരു വണ്ടി മേടിക്കുകയാണെങ്കിൽ. പക്ഷേ വേഗം ഷായിട്ടിന് പോലെ അത് പോയി ബുക്ക് ചെയ്ത് വണ്ടി പെട്ടെന്ന് കിട്ടും ചെയ്തു. അപ്പൊ ഇത് മുന്നേ യാത്ര ഞങ്ങളുടെ അമ്മ നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. ഇതേ ഇന്നിപ്പോൾ അവിടെ പോയി ഞങ്ങൾ വണ്ടി വാങ്ങാനായിട്ട് പോയല്ലോ. അത് പോയി വരുമ്പോഴേക്കും അമ്മ ചക്കലിശ്ശേരിയും കൂടി ഉണ്ടാക്കിട്ടാ. ശരിക്കും നേരം വൈകി ഇത്തിരി വന്നാൽ നല്ല വിശപ്പാ. പിന്നെ ചോറിനും കൂടുതലൊക്കെ കൂട്ടാനാ. ചക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനത്തെ കൂട്ടാൻ. ആയിട്ടും പറമ്പിൽ പോയിട്ടാ. അപ്പം ഞാൻ പറമ്പിലേക്ക് പോവാം. അപ്പം എൻ്റെ മുന്നേ ഓടണം നോക്കിയപ്പോൾ പേളിക്കുട്ടി അവളാണ് ഫസ്റ്റ്. അപ്പം ഞാൻ നമ്മുടെ ഈ പറമ്പിലേക്ക് തന്നെ പോകുന്നു കേട്ടാ. കാരണം നോക്കിയേ പയർ നടാനുള്ള സ്ഥലമായിട്ട് എനിക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം 3 തരം കുറ്റിപ്പയറായിട്ട് നമ്മൾ നട്ടു കൊടുക്കണേ. ഉണ്ടാ കാട്ടിത്തരാം. പിന്നെ ഈ ഒരു തരം, അങ്ങനെ 3 തരം നമ്മൾ നടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നടുള്ളൂ. പക്ഷേ ഈ 2 മണിക്കൂർ ചെയ്യാനുള്ള കുറച്ച് പണികൾ എനിക്കുണ്ട് ഇവിടെ. കാരണം ചേട്ടൻ ഓരോ എന്താ പറയുക പപ്പേടിയൊക്കെയും കടക്കിലേക്ക് മണ്ണും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാരി അതിൻ്റെയൊക്കെ കടക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേക്ക് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നടുകയും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ നമ്മുടെ പച്ചക്കറി പൊട്ടിച്ചു കൊണ്ടേക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെയാട്ടോ ചെയ്യണേ. ഇവരോട് ഇരിക്കട്ടെ, നമുക്ക് പോയിട്ട് നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ, അതൊക്കെ ചെയ്യട്ടെ. പറമ്പ് എങ്ങനെ വൃത്തിയാക്കിയിട്ടാണേ ഈ മഴ പെയ്യാനല്ലേ കൈക്കോട്ട് 24 മണിക്കൂറും കളച്ച് നിൽക്കേണ്ട അവസ്ഥ ഷായിട്ടില്ല. അതേപോലെ ആവണുണ്ട് പുല്ല്. അതേപോലെ തന്നെ പണികളെല്ലാം എടുത്താലും കഴിയാത്ത പോലെ തോന്നുക ചെയ്യാം. അപ്പോൾ അവിടെ നോക്കിയാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പോഴത്തെ രീതിയിൽ വേഗം ആ കാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ബാക്കിൽ അവിടെ ഇടും. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് പയറിനൊക്കെ നമ്മൾ വടികൾ കുത്തിക്കൊടുക്കാനായിട്ടേ നമ്മുടെ കൊള്ളിയില തറികളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെട്ടിയെടുത്തു, ബാക്കിയുള്ളത് ഇവിടെ ഇട്ടു. അപ്പോൾ ഇതിപ്പോൾ ഈ കിടക്കണ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ പുല്ലൊക്കെ വന്ന് മൂടത്തിന് മുകളിലായിട്ട്. അപ്പോൾ ഇതൊക്കെ വാരി അവിടെ അറ്റത്തെ ഒരു ഭാഗത്ത് കൊണ്ടുവരണം. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഷായിട്ടിനെ കളയ്ക്കുമ്പോഴില്ലേ പെട്ടെന്ന് കൈക്കോട്ടുമ്പോൾ ആ ഇതൊക്കെ കൊണ്ടുകഴിഞ്ഞ് നമ്മുടെ കാലുമ്പോൾ വന്ന് ഈ വടി അടിക്കും വേദന. അപ്പോൾ പിന്നെ അത് വേറെ പരിക്കായിട്ട് മാറും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെയാണ് കേട്ടോ ഞാനിന്ന് ചെയ്യണേ. ഇത് അവിടെ കൊണ്ടിടുക നമ്മൾ. നമ്മൾ ഇങ്ങനെയുള്ള ഒരുവിധം വേസ്റ്റുകളൊക്കെ കൊണ്ടുവരുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് എന്തായി ഈ സൈഡൊക്കെ നന്നായിട്ട് തൂർന്ന് വന്ന് തുടങ്ങി. നല്ലൊരു കുണ്ടുള്ളൊരു ഭാഗമായിരുന്നു ഇവിടെ. ഇനി അതേപോലെ കുറച്ചും കൂടി ഉണ്ട് പുല്ലൊക്കെ ചെത്തി കൂട്ടിയത്, അതും കൊണ്ടുവരണം.
നമ്മുടെ ഇവിടെ ഒരു വാഴ നിൽക്കുന്നുണ്ട്, ഇതിൻ്റെ കടക്കിൽ കയറ്റിട്ട് കൊടുക്കാം. ഇനി 2 വട്ടം കൂടി ഇതേപോലെ കൊണ്ടുവരണ്ട കേട്ടോ, അത് കഴിഞ്ഞത് കഴിയും. എന്നെ എന്നിട്ടാണെങ്കിൽ നോക്കിയാൽ നമ്മുടെ ഈ പറമ്പിൽ നട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ സുന്ദരി ചിരിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി നന്നായിട്ട് കതിരൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാനിതൊക്കെ ഇന്നലെ വന്ന സമയത്ത് ഇത് വലിച്ച് ആ സൗകര്യത്തിനോടെ കൊണ്ടുവന്നിട്ടു. അപ്പം ഇനി എന്തൊരു ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പപ്പയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പപ്പേരെ കടക്കിലേക്കായിട്ട് വെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചേട്ടനത് മണ്ണിടാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഒക്കെ എടുത്ത് അങ്ങോട്ട് പോട്ടെ. ഇന്നലെ ചെയ്തേനെ അത് ആ സമയത്ത് പെട്ടതൊരു മഴ വന്നു, അതാണ് പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് അധികം പോവാനും കാരണം. അപ്പോൾ ഷായടം കണ്ടത് ഇവിടെ നമ്മുടെ തക്കാളിയുടെ കടക്കിലത്തെ പുല്ലൊക്കെ ചെത്തുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ ചുറ്റിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷായടിന് വേഗം മണ്ണിടേ. ആ ബാക്കിയുള്ള കൂടി ഇവിടെ കൊണ്ടിട്ടാ അല്ലെ ഷേട്ടാ, ആ ചേരിയും കൂടി, ആ പച്ചച്ചേരി. നമ്മുടെ ചീരയുടെ വലിപ്പം നോക്ക്. ആ ഇപ്പൊ കണ്ടു സൈഡില് മണ്ണിടുമ്പോ അറിയാം നമുക്ക് നമ്മുടെ പപ്പര കട എത്രമാത്രം ഉയർന്നിട്ട് നിൽക്കണേന്ന്. അതായത് മാടാന്ന് പറയും. മാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിലേ പൊലി കൂട്ടാന്നൊക്കെ പറയില്ലേ, അതേമാതിരി. അതായത് ഈ പപ്പ നിൽക്കുന്നത് നല്ല വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ മഴ പെയ്ത. അപ്പോൾ അവരെ തിരി പൊക്കിയിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പൊലി കൂട്ടി ഇങ്ങനെ വരുമ്പോൾ നല്ല ഉയർന്ന ഒരു ഇതിലാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ വർഷകാലത്ത് നിൽക്കുന്നു വിചാരിച്ചിട്ടുണ്ടാക്കണത്. വെള്ളം വന്നാലും കുഴപ്പമില്ലാത്ത മാതിരി. അതായത് അവർ ഭൂമിയുടെ അടിയിലേക്ക് അധികം താഴ്ന്നു നിൽക്കണില്ല. അത് കാരണം പിന്നെ ഇവർക്ക് ബലം കിട്ടണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഈ മണ്ണിട്ടിട്ട് ആക്കണത്. ആളാണ് കണ്ട അടിയിൽ നിന്ന് തൊട്ടന്നെ ഉണ്ടായി തുടങ്ങി. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ ഈ പപ്പയും അതേമാതിരി തന്നെയാണ് കേട്ടാ. ഇതൊരു ശരിക്കും 1 മാസം കഴിഞ്ഞിട്ട് കാണുമ്പോഴല്ലേ കാണാട്ടാ. അതായത് വെള്ളം വന്ന് വിശക്കൊന്നും പറ്റില്ലെങ്കിൽ അടിപൊളിയിട്ട് കാണിക്കുക അതിനെ. ഷർട്ട് തീമിക്ക് ഇട്ടുണ്ട്. ഞാൻ പയറ് നടാൻ പോട്ടാ. ഇപ്പൊ കഴിഞ്ഞില്ല ഒരു വിധം. ഇനി നാളെ മതി. എല്ലാതും കൂടി ഒരു ദിവസം ചെയ്യാൻ പറ്റില്ലേ, കുറേശ്ശേ പറ്റുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ വേണ്ട ഇനി ചെറിയ ഒരു വെള്ളം വന്നായിരുന്നു ഒരു കുഴപ്പം പറ്റില്ല ആൾക്ക്. നല്ല സ്ട്രോങ്ങിൽ നിൽക്കുന്നുണ്ട്. ഇത് ഇനി ഒന്നും കൂടി ഇട്ടുവിട്ടാൽ ഇനി മണ്ണ് ഇതേമാതിരി ഇങ്ങനെ വേസ്റ്റുകൾ വരുമ്പോൾ വീണ്ടിട്ട് വീണ്ടും മണ്ണിടും. ഇതിന് പിന്നാലെ ഇനി ഇതിനും ഇട്ടോട്ടാ. അത് സ്മിതയാണെങ്കിൽ ഇവിടെ കണ്ട ചീരക്ക് വെട്ടിയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും അതേമാതിരി മണ്ണിടണം. അപ്പം നമ്മുടെ പയറിലത്തെ വെള്ളം നമ്മൾ ഊറ്റി കളയട്ടാ. അപ്പം 3 തരത്തിലും 3 തരം പയറാണ് ഞാൻ കാട്ടി തന്നല്ലോ മുന്നേ. അപ്പം നമ്മളിപ്പോൾ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് ഇങ്ങനെ ഇട്ട് പോകണല്ലോ കേട്ടാ. കാരണം ആദ്യം നമ്മൾ ഒരു
എന്താ പറയുക, ഇത്തിരി ഒതുക്കിയിട്ടെ ഒരു വടി കുത്തിയിട്ട് ആ ഓട്ട ഇങ്ങനെ ഒരു ഹോള് പോലെ കുത്തിയിട്ട് അതിലേക്കല്ല ഇടാറ്. ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെ മുകളിൽ ഇട്ട് പോണത്. അതെന്താണെങ്കിലേ നമുക്ക് മഴയൊക്കെയല്ല വരണേ, അപ്പം ഇനി വെള്ളമൊന്നും നിൽക്കാൻ പാടില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഷായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മല്ലിട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ 3 തടം പയർ നടൽ കഴിഞ്ഞു കേട്ടാ. പിന്നെ ഒരു കാര്യം കേട്ടാ, നോക്കിയേ, നമ്മളിവിടെ സബോള നട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ വന്നപ്പോൾ പറിച്ചു കൊണ്ടുപോകണമെന്ന് വിചാരിച്ചത് മറന്നുപോയി. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തേക്കും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ചീഞ്ഞു പോകും. നോക്കിയാൽ സബോളയ്ക്ക് ഉണ്ടായി വന്നതാന്നേ, കണ്ടാ, നമുക്കിതേ ഉണ്ടായി വന്നു. അപ്പോൾ ഇതൊക്കെ അതേപോലെ നിൽക്കുന്ന നോക്കിയേ. ഇനി ചിലപ്പോൾ അവർ വലുതാവില്ലേ, കാരണം ഇനിയിപ്പോൾ മഴയൊക്കെ ആയാലോ, നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയിൽ പറ്റില്ല. അപ്പം ഞാൻ ഒരെണ്ണം പറിച്ച് കട്ടിത്തരാം കേട്ടാ. നോക്കിയേ, കണ്ടത് വലുതായിനെ. വലുതായി വരികയാണെങ്കിൽ നോക്കിയാൽ എത്ര സവാള ഉണ്ടായേനെ അല്ലേ, കണ്ടോ. നോക്കിയേ, ഇന്നലെ മഴ പെയ്തപ്പോൾ നമുക്ക് ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു ഇതിനൊപ്പത്തിന്. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ പറിച്ചെടുക്കട്ടെ കേട്ടാ. ഞാൻ പാത്രം കൊണ്ടുവന്നില്ലേ, കണ്ടോ, അപ്പോഴേക്ക് ഇത് ഒരാൾ ചീഞ്ഞു കൂടെ. ഒരു ദിവസം വെള്ളം നിന്ന് അപ്പോഴേക്ക്. ഇതൊക്കെ നോക്കിയേ, ഇതിലൊക്കെ എണ്ണ എത്ര എണ്ണ. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ വലിപ്പമായിട്ടുള്ളൂ, ആയി വരണുള്ളൂ. അയ്യോ, ഇത് അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട്. അയ്യോ, നല്ല വലിപ്പമുള്ള സബോളകളായി കേട്ടാ. 1-2 എണ്ണയ്ക്ക് ഒരേ കടയുമ്പോൾ ചീഞ്ഞ് പോയി തുടങ്ങി. എന്നാലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് മഴ നേരത്തെ അല്ലേ, അതല്ല ഇപ്പോൾ സാധാരണ ജൂൺ മാസം തൊട്ട് മഴ പെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വലുതായി കിട്ടും ചെയ്തേനെ. പിന്നെ ഷായുടെ ഇവിടെ കളിക്കുമ്പോഴേ നോക്കിയേ, നമ്മളിവിടെ മധുരക്കിഴങ്ങ് നട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അത് കള കൊണ്ടു. അപ്പോൾ വലിയൊരു മധുരക്കിഴങ്ങായിരുന്നു കേട്ടാ. അപ്പോൾ അതൊരെണ്ണം കിട്ടി. ഇവിടേക്ക് നട്ടിട്ടുണ്ട്. നമ്മുടെ കൊള്ളി പറക്കണേൻ്റെ ഒപ്പം മധുരക്കിഴങ്ങും കൂടി ഒപ്പം കിട്ടുന്നു. വേണ്ടെണ്ണ നട്ട് കൊടുത്തത് നമ്മൾ ആ തടത്തിൽ കണ്ടോ. നമ്മുടെ പയർ നട്ടേൻ്റെ മുകളിലേക്കായിട്ട് ഷായിട്ട് മണ്ണിടണത് ഇതേപോലെ മണ്ണിട്ട് കൊടുക്കും. ഇനിയിട്ടാലേ 2 ഗുണമുണ്ട്. അതായത് കുഴി കുത്തിയിട്ടിടണ്ട, പിന്നെ ഉയർന്നു നിൽക്കും. വെള്ളം വന്നാലും കുഴപ്പം വരില്ല ആൾക്ക്. എന്തായാലും ഇവിടെ വെള്ളം വരും, ഒത്തിരി ഉയർന്നു നിന്നില്ല. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നോക്കിയാൽ ആൻ്റേട്ടനെ ബിസ്ക്കറ്റ് കൊടുക്കാൻ വരും. ആൻ്റേട്ടനെ നമുക്കറിയാമല്ലോ, നമ്മുടെ പുറത്തേക്കൊക്കെ വല്ല വാടകയിൽ പോകണമെങ്കിൽ ആൻ്റേട്ടൻ്റെ ഓട്ടയായിട്ട് വിളിക്കുക. അപ്പോൾ ആൻ്റേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കാത്തപ്പോൾ അതിൽ ആൻ്റേട്ടൻ ഇതിൽ പോകണ്ടെങ്കിൽ അവർക്ക് ബിസ്ക്കറ്റ് മേടിച്ച് കൊണ്ടു കൊടുക്കും. നോക്കിയേ, എല്ലാവരും നോക്കിയൊക്കെ ആൻ്റേട്ടനെ. വാലാട്ടി കൂട്ടാ ആൻ്റേട്ടെ മേടിച്ചിട്ട് ടൈസും കൂട്ടണില്ലേ. എല്ലാം ഇഷ്ടം. ചിക്കൻ കാല്, അവന് ചോറ് കണക്ക് മടിയാ. പിന്നെ അവരുടെ ബിസ്ക്കറ്റില്ലേ, അത് കഴിക്കാൻ ഇഷ്ടം. മേടിച്ച് പോയി ആള്. അപ്പം ഇതാണ് നമ്മുടെ ആൻ്റേട്ടൻ, നമ്മുടെ കുട്ടിപ്പെട്ട ബിസ്ക്കറ്റ് കൊണ്ടുവരുന്ന ആൻ്റേട്ടൻ. എനിക്ക് അവിടെ എത്തിയപ്പോഴേ തന്നെ വെളിച്ചെണ്ണയിൽ അമ്മ എന്തുണ്ടാക്കേണ്ടത് മനസ്സിലായിട്ട് അമ്മ. നമ്മുടെ ഇത് കിട്ടാൻ കാണിക്കട്ടെ. നമ്മുടെ നോക്കിയേ ബജ്ജി മുളക് നമ്മൾ പൊട്ടിച്ചു കൊണ്ടല്ലേ, അതുകൊണ്ടാണ് ഇത് ഇപ്പം അമ്മയുടെ ബജ്ജി ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ ശരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ മാത്രം, അതായത് ഉണ്ടാകുമ്പോൾ മാത്രമേ ഉണ്ടാക്കി കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കഴിക്കാറില്ലേ നമ്മൾ. പിന്നെ ആകെ സ്മിത പാചകം ചെയ്യുമ്പോൾ പുറത്ത്, അപ്പോൾ വില ഇല്ലാത്തുണ്ടെങ്കിൽ മാത്രം മേടിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി മാത്രം കഴിക്കും, ഇല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുള്ളൂ. അടിപൊളിയുണ്ട്. നമ്മൾ പൊട്ടിച്ചോണ്ട നമ്മളെ മുറത്തെടുത്ത് പപ്പായുണ്ട്, പടവലങ്ങയുണ്ട് ഒത്തിരി. ബാക്കി എല്ലാതും കഴിഞ്ഞു. വഴുതനങ്ങ ആൾക്കാർ എത്തി കൊടുത്തു അല്ലേ. അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കുള്ള. അപ്പൊ ഈ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം.